ഹലോ ഓൾ. അപ്പം ടാർഗറ്റ് CUET 2023ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷനാണ് നോക്കുന്നത്. CUET ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് നടത്തിയത്. അപ്പം അധിക പേർക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്നൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രപ്പോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. ഞാനിപ്പം ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ആണ്. സോ ടാർഗറ്റ് CUET 2023 ആയിട്ട് കുറച്ച് എലാബറേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ടാർഗറ്റ് CUET 2023 മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അതായത് അടുത്ത വർഷം, അതായത് 2023 CUET അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അവർക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ ടിപ്സ് ട്രിക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ CUET നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലും 2023 CUET എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും CUET കുറിച്ച് മനസ്സിലാക്കാനും ഓരോ അപ്ഡേറ്റ്സ് അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ 2024 നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും അവസരമുണ്ട്. മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അതിൽ ചേരുക. അപ്പം നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് ആ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രെപ്വൈസിൻ്റെ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമുക്കിനി നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് കഴിഞ്ഞ 2022 CUET ഫിസിക്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു 4 സെഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി 5ാമത്തെ സെഷനാണ് ഇന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്, അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് ആദ്യം വായിച്ചു തുടങ്ങാം. According to Ohm's law, current flowing through a conductor I is directly proportional to the potential difference V across the conductor provided physical conditions of the conductor remains the same. അതായത് Ohm's law പ്രകാരം current flowing through a conductor is directly proportional to potential difference. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ സെയിം ആണെങ്കിൽ, ദ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആൻഡ് ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് കണ്ടക്ടർ. The slope of graph between potential difference V and current I gives the resistance. നമുക്ക് നമ്മുടെ ഒരു പൊട്ടൻഷ്യലും കറണ്ടും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിന്റെ സ്ലോപ്പ് നമുക്ക് റെസിസ്റ്റൻസ് തരുന്നതാണ്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. The resistance is the opposition offered by the conductor to the flow of current, and it depends on length, area of cross section and the nature of the material. Resistors can be combined in series as well as in parallel combinations. In series combination, equivalent resistance of circuit increases, while in parallel combination, equivalent resistance decreases. Identify the material whose resistivity decreases with increase in temperature. So ഈ പാരഗ്രാഫ് ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുന്നത് ഓംസ് ലോ എന്താണ്, അതിൻ്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഏരിയ എഫക്റ്റ് ചെയ്യും, ലെങ്ത് എഫക്റ്റ് ചെയ്യും, നേച്ചർ ഓഫ് മെറ്റീരിയൽ എഫക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴും അതുപോലെ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഐഡന്റിഫൈ ദ മെറ്റീരിയൽ ഹൂസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഈ ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റിവിറ്റി കുറയുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത്. അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് റെസിസ്റ്റിവിറ്റി യൂഷ്വലി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നത് യൂഷ്വലി സെമി കണ്ടക്ടേഴ്സിലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ വി ഹാവ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 1 B and E ഓൺലി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെയും സെയിം പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്, ബട്ട് ഡിഫറെൻറ്റ്
ലൈക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക്. പാരഗ്രാഫ് നമ്മൾ കുറച്ച് മുന്നേ വായിച്ചതായതുകൊണ്ട് തന്നെ. ഓക്കെ, വി ആർ സ്കിപ്പിംഗ് ഇറ്റ് ഡയറക്ട്ലി ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ബൈ സ്ട്രെച്ചിങ്. അപ്പോൾ അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എത്രയായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇഫ് ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഓക്കെ, നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R is equal to ഇക്വേഷൻ എന്താണ്? R is equal to റോ L by A അല്ലേ? റോ L by A ആണ്. അപ്പൊ റോ എന്താണ്, L എന്താണ്, A എന്താണ്? അപ്പൊ നമുക്ക് 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ റിമൈൻസ്, നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? R is equal to ഇത് കിട്ടി. നമുക്ക് R1 is equal to റോ into 1.2 L divided by A into A divided by 1.2 L, because അവിടെ നമുക്ക് ഏരിയ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. 1.2 ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. കാരണം ഇത് 1.2 എങ്ങനെ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 100 plus 20% divided by 100, so it will be 1.2. ഓക്കെ, അത്ര ശതമാനം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു കേസിൽ നമുക്ക് 1.2 divided by 1.2 L divided by A divided by 1.2, this will be equal to 1.44 R. സോ 1.44 R ആണ്. അപ്പോൾ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു? നമ്മൾ R1 മൈനസ് R ഡിവൈഡഡ് ബൈ R ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 100. 1.44 minus 1 divided by 1 into 100 will be equal to 44%. The correct answer will be option number 3. Okay. So നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ A/2 ഇത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ AL ഷുഡ് ബി ഈക്വൽ ടു A', L'. അതുകൊണ്ടാണ് ഇവിടെ 1 divided by 1.2 എന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, 44%. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനും സെയിം പാരഗ്രാഫ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, 2 റെസിസ്റ്റൻസ് 2 ohm and 3 ohm are connected in parallel and a resistance of 1 ohm is connected in series with the combination. Equivalent circuit ന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് വരച്ചു നോക്കാം. അതായത് 2 ohmന്റെയും 3 ohmന്റെയും റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, 2 ohmന്റെ 3 ohmന്റെ പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 1 ohmന്റെ റെസിസ്റ്റൻസ് കൂടി ഉണ്ട്. സോ ദിസ് വിൽ ബി 2 ohm, ദിസ് വിൽ ബി 3 ohm, ദിസ് വിൽ ബി 1 ohm. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പാരലൽ ആയിട്ടുള്ള സോൾവ് ചെയ്യാം. അപ്പോൾ പാരലൽ ആയിട്ടുള്ള 1/R ഇക്വലന്റ് ഈക്വൽ ടു 1/2 പ്ലസ് 1/3. അപ്പം R ഇക്വലന്റ് എത്രയാണ് നമ്മൾ ഈ കേസിൽ? ഇറ്റ് വിൽ ബി 6/5 ഓം. ഇനി നമ്മൾ ഈ 6/5 ഓമും 1ഉം നമുക്ക് എന്താണ്? പാരലൽ ആണ്, സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 6/5 plus 1 will be equal to 11/5 ohm. Correct answer ഏതാണ്? ഓപ്ഷൻ നമ്പർ 1. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സീരീസ് പാരലൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അവിടെ സോൾവ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും നമുക്ക് സെയിം പാരഗ്രാഫ് ആണ്. ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ റെസിസ്റ്റർ is 27 into 10 raised to 4 plus or minus 10 ohm consisting of the following colors. Arrange them in the order. ഇത് നമ്മുടെ നമുക്ക് എന്തൊക്കെയാണ് കളേഴ്സ് എന്നത്? യെല്ലോ, വയലറ്റ്, റെഡ് ആൻഡ് സിൽവർ. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ്. അപ്പം നമുക്ക് അറിയാം കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിങ്ങിന്റെ ഓരോ കളറിനും എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി നോ ദാറ്റ് റെഡ് എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വയലറ്റ് 7 ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 10 raised to 4 എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ ആണ്. അതോടൊപ്പം തന്നെ
പ്ലസ് ഓർ മൈനസ് 10% എന്ന് പറയുന്ന സിൽവറിൻ്റെ കോഡാണ്. സോ സിൽവർ കോഡ്സ് ടു പ്ലസ് ഓർ മൈനസ് 10 ohm. ഓക്കെ, 10% ohm. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി what? CBAD. So CBAD. Okay, correct answer will be option number 4. നമുക്ക് ഈ കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിന്റെ ചാർട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യനിലും എന്താണ് ഇവിടെ വരുന്നത്? സെയിം പാരഗ്രാഫാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ in the given circuit is 9 amps. The value of current drawn when the key is open. Okay, ഇവിടെ കീ ക്ലോസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കീ ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 1/R equivalent will be equal to 1/R plus 1/R plus 1/R. That will be 3/R. അതായത് അവിടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? R equivalent is equal to R by 3. നമുക്ക് വേറൊരു കാര്യമാണ്, V is equal to IR എന്നറിയാമോ ഓംസ് ലോ പ്രകാരം. സോ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് V is equal to 9 into R by 3. സോ V is equal to 9 into R by 3 എന്ന് കിട്ടി. ഇതപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3R എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പൊട്ടൻഷ്യൽ എത്രയാണ് നമുക്ക് കിട്ടി? ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിരിക്കും? ഈ ഒരു പാർട്ട് എന്തായി ക്യാൻസൽ ആയി. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പം അതില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഈക്വലന്റ് സർക്യൂട്ട് എന്താണ്? 2 റെസിസ്റ്റേഴ്സ് പാരലാണ്. 2 റെസിസ്റ്റേഴ്സ് പാരലാകുമ്പോൾ അവിടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്ര വരിക? R/2 അല്ലേ? R/2 വന്നു. അപ്പം നമുക്കിനി കറണ്ട് കണ്ടുപിടിക്കണം. സോ I is equal to V/R. That will be equal to V എത്രയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? 3R ആണ്. R എത്രയാണ്? R/2. So that will be equal to 6 amperes. So option number 1 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു കേസ് സ്റ്റഡിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യം എന്താണ് ആ കേസ് സ്റ്റഡി എന്ന് നോക്കാം. Optoelectric devices are those devices in which carriers are generated by photons. Photodiodes and solar cells are typical examples of optoelectric devices. The optoelectric devices എന്താണെന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. Photodiode is a special purpose PN junction diode fabricated with a transparent window to allow light to fall on the diode. Photodiode can be used as a photodetector to detect optical signals. On the other hand, LED or light emitting diode converts electrical energy into light. LEDs find extensive use in remote controls, burglar alarm systems, optical communication, etc. A solar cell is basically a PN junction which generates EMF when solar radiation falls on the PN junction. Solar cells are used to power electronic devices in the in satellites and space vehicles, and also as a power supply to some calculators. Okay, ഇതിൽ നമുക്ക് ബേസിക്കലി എന്താണ് ഒരു ഒപ്റ്റോ ഇലക്ട്രിക് ഡിവൈസ്, എന്താണ് ഒരു ഫോട്ടോ ഡയോഡ്, എന്താണ് ഒരു LED, എന്താണ് ഒരു സോളാർ സെൽ എന്ന് നമുക്കൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ സെമി കണ്ടക്ടർ യൂസ്ഡ് ഫോർ മേക്കിംഗ് എ റെഡ് LED ഈസ്. ഇത് നമുക്ക് ഇതൊരു ലൈക്ക് ജനറൽ നോളജ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓപ്ഷൻ നമ്പർ 1 ഗാലിയം ആർസനിക് ഫോസ്ഫൈഡ് ആണ്. ഓക്കെ, സോ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ആൻസറാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സോളാർ സെൽ ജനറേറ്റ്സ് EMF when solar radiation falls on the PN junction. Yes, അത് നമുക്ക് അറിയാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. The junction area is kept large and external bias is applied. The junction area is kept small and no external bias is applied. Its junction area is kept large and reverse bias is applied. And junction area is kept large and forward bias is applied. ഒരു സോളാർ സെൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോട്ടോ ഡയോഡ്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫോട്ടോ ഡയോഡ്സ് ആർ preferably used in reverse biased because the photodiodes cannot be forward biased
Current in forward bias is known to be very less. Current in reverse bias is known to be more. Fractional change in minority charge carriers dominated reverse bias current is more easily measurable. അപ്പോൾ യൂഷ്വലി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കണ്ടീഷൻസ് ആണ് എന്തുകൊണ്ട് നമ്മൾ ഫോട്ടോ ഡയോഡ്സ് റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്നതിനുള്ള കുറേ കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഫോട്ടോ ഡയോഡ്സ് റിവേഴ്സ് ബയസ് ചെയ്യാനുള്ള കാരണം ഒന്ന്, ഫോർവേഡ് ബയസ് ചെയ്യുന്ന കറണ്ട് വളരെ ചെറുതാണ്, അപ്പം അത് ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. രണ്ടാമത്തത് നമുക്ക് റിവേഴ്സ് ബയസ്ഡ് ചെയ്തത് കുറച്ചുകൂടി ഈസിലി മെഷറബിൾ റേഞ്ചിലായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ബയസ്ഡ് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ 2 ഇസ് ഒബ്വിയസ്ലി കറക്റ്റ്. ഓപ്ഷൻ നമ്പർ 3 ശരിയാവാം, ബട്ട് ഇറ്റ്സ് യൂഷ്വലി കുറച്ച് മില്ലി ആംസിലെ ആംസിൻ്റെ കണക്കിൽ ആയിരിക്കും നമ്മുടെ ലൈക്ക് കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ഓപ്ഷൻ 3 ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ solar cell is drawn in. IV characteristics of a solar cell is drawn in the fourth quadrant. ലൈക്ക് നമുക്ക് IV ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. സോളാർ സെല്ലിൻ്റെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരയ്ക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻ ദ ഫിഗർ V0 is the potential barrier across PN junction when no battery is connected across the junction. Okay, we have 3, നമുക്കൊരു 3 പൊട്ടൻഷ്യൽ ബാരിയർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഉത്തരം വരികയാണ്? 1 corresponds to forward bias and 3 corresponds to reverse biased. 1 and 3 both are reverse biased. 1 and 3 both are forward biased. 1 corresponds to reverse and 3 corresponds to forward. ഒരു പി എ ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അത്ര കൂടുതലായിരിക്കില്ല. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എത്രയായിരിക്കും? താഴ്ന്നു നിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ബാരിയർ ഉള്ളത് ഏതിനാണ്? 1-നാണ്. സോ 1 ഇസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് 3 ഇസ് ഫോർവേഡ് ബയാസ്ഡ്. ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്കൊരു ചെറിയ രണ്ട് സെറ്റ് ഓഫ് ഒരു കേസ് സ്റ്റഡിയും ഒരു പാരഗ്രാഫും വായിച്ചിട്ട് നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന്. ഇതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നിങ്ങൾ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET. അപ്പം അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അതിന് സഹായകരമായിട്ടുള്ള കോഴ്സസ് Prepwise നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ ഫാക്കൽറ്റീസൊക്കെ ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും നല്ല നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ് അങ്ങനത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന പല രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസും മോക്ക് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ പുറകോട്ട് പോയാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരാനും ഒരു ഡെഡിക്കേറ്റഡ് മെൻറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ CUET 2023 CUET-ൻ്റെയും 2024 CUET-ൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇതിൽ പഠിക്കുന്നുണ്ട്, അവർക്കിത് ഉപകാരപ്രദമാവും തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് താഴത്ത് കാണാം. അതേ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് സമയത്തുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇനി CUET പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴ്സസൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്.